ഫ്രാൻസിൽ കൂട്ടുകക്ഷി സർക്കാരിന് സാധ്യത. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇടത് പാർട്ടികൾക്ക് അപ്രതീക്ഷിത മുന്നേറ്റം. ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെയായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ റെനൈൻസസ് പാർട്ടി രണ്ടാമതെത്തി. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഇടത് സഖ്യത്തിന്റെ മുന്നേറ്റമാണ് ഫ്രാൻസിൽ കണ്ടത്. മറ്റൊന്നൊക്കെ വിവരങ്ങൾ. ഫ്രാൻസിൽ കൂട്ടുകക്ഷി സർക്കാരിന് സാധ്യത. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോണിന്റെ സഖ്യം തകർന്നടിയുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഫ്രാൻസിൽ കണ്ടത്. ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെയായി പ്രസിഡന്റ് മാക്രോണിന്റെ റിനൈൻസസ് പാർട്ടി രണ്ടാമതാണ് എത്തിയിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം പാരീസിൽ വൻ സംഘർഷവും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, മാക്രോണിന്റെ പാർട്ടി തകർന്നടിയുന്ന കാഴ്ചയാണ് ഫ്രാൻസിൽ കണ്ടത്. ഒപ്പം ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റവും. തീർച്ചയായും രജനി, ഒരു ഇടതു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമുക്ക് വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പ്രവചിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന നിരീക്ഷകരെല്ലാം തന്നെ സൂചിപ്പിച്ചത് തീവ്ര വലതുപക്ഷം സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ്. ഇപ്പോൾ നിലവിലെ റിസൾട്ട് വന്നപ്പോൾ, ഏറ്റവും പുതിയ റിസൾട്ട് വന്നപ്പോൾ ഇടതുപക്ഷ പരിഗണനയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മുൻതൂക്കമുള്ള ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് 182 സീറ്റുകൾ. തീർച്ചയായും ഇതൊരു തൂക്ക് പാർലമെന്റിന്റെ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ്. മാത്രമല്ല, ഇമ്മാനുവൽ മാക്രോണിന്റെ റിനൈസൻസ് പാർട്ടിക്കും, അതായത് ഒരു മധ്യവർത്തി സ്വഭാവമുള്ള ഇടതുപക്ഷത്തോട് തീവ്ര ആഭിമുഖ്യമോ വലതുപക്ഷത്തോട് ആഭിമുഖ്യമോ ഇല്ലാത്ത ഇമ്മാനുവൽ മാക്രോണിന്റെ അലയൻസിനെ 163 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. അതുപോലെ ഇന്നലെ വൻ മുന്നേറ്റം കാഴ്ചവെച്ച നാഷണൽ റാലി, അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച നാഷണൽ റാലി 143 സീറ്റുകൾ കൊണ്ട് തൃപ്തിയടയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു തൂക്ക് പാർലമെന്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. അങ്ങനെ തൂക്ക് പാർലമെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും തുടർന്നുള്ള സഖ്യം ഉണ്ടാവുക എന്നെല്ലാം സംബന്ധിച്ച വീണ്ടുമുള്ള ആലോചനകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു സൂചനകൾ പുറത്തു വന്നിരുന്നത് പാടെ തള്ളിക്കൊണ്ടായിരുന്നു ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം ഉണ്ടായത്. അതായത് ഇമ്മാനുവൽ മാക്രോൺ റിസൈൻ ചെയ്യും അല്ലെങ്കിൽ രാജിവെക്കും, തന്റെ പാർട്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ എന്ന സൂചന മാധ്യമങ്ങളിൽ പുറത്തു വന്നതിനെ കൃത്യമായി അദ്ദേഹം ഖണ്ഡിച്ചിരുന്നു. 2027 വരെയുള്ള കാലാവധിക്ക് ശേഷം മാത്രമായിരിക്കും താൻ അധികാരം വിട്ടൊഴിയുക, അതുവരെ ഈ സർക്കാരിൽ തുടരുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഏറെ ഗൗരവതരമായ ഒരു വിഷയം, ഈ മൂന്ന് പാർട്ടികളും ഇത്തരത്തിൽ ഏതാണ്ട് സമാസമം എന്ന് പറയുന്ന രീതിയിലേക്ക് അവരുടെ സ്വാധീന ശക്തി വളർത്തിയിരിക്കുന്നു. ശക്തമായ സ്വാധീനമായി ഇടതുപക്ഷവും അതിന് തൊട്ടു താഴെയായി ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യവർത്തികളുടെ പാർട്ടിയും എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തൂക്ക് പാർലമെന്റിന്റെ സാധ്യത ഉണ്ടാകുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ നീക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഫ്രഞ്ച് ഭരണത്തിൽ ഇനിയുള്ള കാലത്ത് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു വിഷയം ഏത് രീതിയിലായിരിക്കും ഭാരതം ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ സ്വാധീനിക്കുക എന്നതെല്ലാം തന്നെ സാഹൂതമായി വീക്ഷിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും. ഇത് തന്നെയായാലും നിലവിൽ സാഹചര്യത്തിൽ 182 സീറ്റുകൾ നേടി ഇടതുപക്ഷ സഖ്യം മുന്നിൽ വന്നിരിക്കുന്നു ഫ്രാൻസിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 289 എന്ന മാച്ച് നമ്പറിലേക്ക് അവർക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള സഖ്യമായിരിക്കും ഇനി ഉണ്ടാവുക എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടത്. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാരീസിൽ അടക്കം പലയിടങ്ങളിലും സംഘർഷം ഇതിനുശേഷം രൂപീകരിച്ചിട്ടുണ്ട്. എപ്പോഴും അതിന് കുറവുണ്ടായിട്ടില്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. തീർച്ചയായും സംഘർഷങ്ങളുടെ വാർത്തകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒറ്റപ്പെട്ട സംഘർഷങ്ങളാണ് എന്നൊരു വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് കാര്യമായ വാർത്തകളൊന്നും പുറത്തുവിടരുത് എന്നൊരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ അവസാനിക്കുന്നത് വരെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും കാര്യമായി പുറത്തുവിടുകയോ അത് സംബന്ധിച്ച് ഒരു പബ്ലിസിറ്റി നൽകാനുള്ള നീക്കമോ നടത്തരുത് എന്ന നിലപാട് വളരെ വ്യക്തമായി പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി പാരീസിലും അതുപോലെ തന്നെ 1-2 ഇടങ്ങളിലുമെല്ലാം തന്നെ ചില പ്രതികരണങ്ങൾ ഉണ്ടായി വരുന്നു. അതായത് മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം എന്ന വലതുപക്ഷ സമൂഹത്തിന്റെ ഒരു സ്വാധീന ശേഷി ഏതോ രീതിയിൽ കുറയ്ക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള പരാതികളൊക്കെ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. ഇതിനെ പിന്തുടർന്നാണ് ഇത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങളും അക്രമങ്ങളിലേക്ക് നീങ്ങിയ പ്രതിഷേധങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും യുവാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് മാറി മറിയാനുള്ള സാധ്യതയുള്ളതിനാൽ ഫ്രാൻസിൽ ഇനി ആരാകും അധികാരത്തിലേറുന്നുള്ള കാര്യം കൂടി നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിൽ കൂട്ടുകക്ഷി സർക്കാരിനാണ് കൂടുതൽ സാധ്യത.
ഐസൻ ജ്യൂസാണ് ഇന്റർനാഷണൽ ന്യൂസിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.